ഈ 15 മിനിറ്റ് എൻ്റെ സീനാ. ഇത്രയും വലിയൊരു പടത്തിൽ ഞാനാണ് എൻ്റെ സീനാ. എനിക്ക് ഭയങ്കര എനർജി ആയിരുന്നു ആ സമയത്ത്. അപ്പോൾ സാറും ജോമോൻ ചേട്ടനും കൂടെ ഒരു ഷോട്ട് വെച്ച് ഇവിടെ നിന്ന് വരും ക്യാമറ ഇങ്ങനെ വരും. നല്ല ഭയങ്കര ഷോട്ടായിരുന്നു. എനിക്കത് കൃത്യമായിട്ട് ആ മ്യൂസിക്കും വരും. ആ ഷോട്ടും വെച്ച് കറക്റ്റ് ഇവിടെ ഇരിക്കും ക്യാമറ, അത്രയും ക്ലോസും. ഇനി അവനെ ഇടിച്ചിടാൻ കഴിവില്ലെങ്കിൽ പോലും ഇവൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് മുരുകൻ്റെ കോൺഫിഡൻസ് അൾട്ടിമേറ്റാ. ഒരാൾക്കാരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഇവൻ അഹങ്കാരമാണെന്ന്. ഇപ്പം ഞാനിപ്പോൾ ചെയ്ത ഇൻ്റർവ്യൂകളിലാണെങ്കിലും ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല ബ്രോ. കാരണം ഞാൻ ജെന്യുവിനായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഒരാൾക്ക് ദോഷം വരുന്ന രീതിയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുമില്ല, പ്രവർത്തിക്കത്തുമില്ല. ചെറിയ കാര്യങ്ങളിലും വലിയ കാര്യങ്ങളിലും ഞാൻ ഇങ്ങനെ തുള്ളിക്കളിക്കുന്ന ഒരു ചെറുക്കനാണ്. അങ്ങനെ ബിഹേവ് ചെയ്യുന്ന ഒരാളാണ്. പുള്ളി സമയമെടുത്ത് പുള്ളിയുടെ ഒരു സ്റ്റോറി പുള്ളി നമ്മളെപ്പറ്റി ഒരു കുറച്ച് വാക്കുകളോടുകൂടി ഇട്ടത് ആസ് എ ഹ്യൂമൻ ബീങ് പുള്ളി കിടിലമായതുകൊണ്ടാണ്. എനിക്ക് ഒരു സമയത്ത് കോൾ വന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എടുത്ത് ചോദിച്ചു തുടങ്ങി, ചേട്ടാ ടോക്സിക് ബോയ് ഫ്രണ്ട് ആണോ? ഇപ്പോഴത്തെ ചോട്ടാ മുംബൈ റിലീസ്, ഈ റിലീസിന് നമ്മൾ ആഘോഷിച്ചില്ലേ ബ്രോ? നമ്മളത് എങ്ങനെ ആഘോഷിച്ചു? ഡാൻസ് കളിച്ച് ആഘോഷിച്ച്, നിലവിളിച്ച് ആഘോഷിച്ച്, പേപ്പർ എറിഞ്ഞ് ആഘോഷിച്ച് പോവുക 14-ാം തീയതി കൂലി. പിന്നെ ടിക്കറ്റ് FDFS. അതെ, അത് മിസ് ചെയ്യാൻ പറ്റും നമുക്ക്. വെങ്കിടേഷാണ് ഇന്ന് റിപ്പോർട്ടിൽ നമ്മോടൊപ്പം ഉള്ളത്. വെങ്കി, വെൽക്കം. ഹായ്, താങ്ക് യു. ഇപ്പോൾ പല ആക്ടേഴ്സും പുതിയതായിട്ട് വരുന്ന ഒരു ആക്ടേഴ്സിനെ പല ട്രെയിനിങ്ങും ഇതൊക്കെ കൊടുത്താണ് മീഡിയയിലോട്ട് വിടുന്നത്. അതായത് മീഡിയയുടെ മുന്നിൽ എങ്ങനെ സംസാരിക്കണം, ഏത് രീതിയിൽ സംസാരിക്കണം, ഏത് അളവിൽ സംസാരിക്കണം എന്നല്ല പല രീതിയിലുള്ള ട്രെയിനിങ് കൊടുത്താണ് ഇവർ ഒരു ജനങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത്. അവിടെയാണ് കിങ്ഡം പ്രീ റിലീസ് ഇവൻറ്റിൽ വെങ്കി എല്ലാ ഇൻഹിബിഷൻസിനെയും തകർത്തുകൊണ്ട് ഒരു ഒട്ടും ഫേക്ക്നെസ് കാണിക്കാതെ മനസ്സിലുള്ള എല്ലാം ഇങ്ങനെ തുറന്നു പറയുന്നത്. ഈ പ്രീ റിലീസ് ഇവൻറ്റിൽ ഇത്രയും വലിയ ജനങ്ങളുടെ മുന്നിൽ വെങ്കിയും ആദ്യമായിട്ടാണ് അത്രയും വലിയ ജനങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ആ സ്പീച്ചിന് തൊട്ട് മുമ്പും പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമുള്ളൊരു ഫീലിംഗ് എന്താണ്? നമ്മൾ ഈ സാധാരണ ഇത്തരം ഒരു ഇവൻറ്റിൽ നമ്മൾ പ്രാക്ടീസ് ചെയ്യില്ല, കണ്ണാടി നോക്കി ഇങ്ങനെ സംസാരിക്കണം, ഈ രീതി സംസാരിക്കണം എന്നൊക്കെ. അത്തരത്തിലുള്ളൊരു ഇല്ലില്ല, കണ്ണാടി നോക്കി അങ്ങനെ ഇങ്ങനെ സ്പീച്ച് നമ്മൾ പ്രിപ്പയർ ചെയ്ത് അങ്ങനെ ഞാൻ ചെയ്തിട്ടുമില്ല ബ്രോ. കാരണം എനിക്ക് അറിഞ്ഞുകൂടാ നമ്മളിങ്ങനെ എനിക്ക് അങ്ങനത്തെ ഒരു ടെക്നോളജി. ഞാൻ ലൂസിഫർ കണ്ടപ്പോഴാണ് എനിക്ക് ഇപ്പോൾ ടൊവിനോ ഇങ്ങനെ അവരിങ്ങനെ മറ്റേ മേക്ക് ഓവറൊക്കെ നടത്തൂല്ലേ സിനിമ വരുമായിട്ട്, അതേ അറിയുള്ളൂ എനിക്ക്. പിന്നെ ട്രാൻസിൽ ഫഹദിൻ്റെ ഒരു മേക്ക് ഓവർ, അല്ലാതെ എനിക്കിങ്ങനെ റിയലായിട്ട് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ, ആരെങ്കിലും ഇങ്ങനെ പ്രോപ്പറായിട്ട് ഇങ്ങനെ സംസാരിക്കണം അങ്ങനെ സംസാരിക്കണം എന്ന് പറയുന്ന ടീമുണ്ടോ എന്ന് എനിക്കറിയില്ല. ഓക്കെ, അപ്പം എൻ്റെ അടുത്ത് സംബന്ധിച്ചിടത്തോളം ബ്രോ ഇതൊരു ഇപ്പം ഇതില്ലേ ഇവിടെ ഇപ്പം ഇത്രയും ആൾക്കാർ, കുറച്ചും കൂടെ ആൾക്കാരുണ്ടെങ്കിൽ നമ്മുടെ എനർജി സ്വാഭാവികമായിട്ടും കയറും. ഓക്കെ, ഇതൊരു വലിയ സ്ഥലമാണ്. അപ്പം അത് കുറച്ചും കൂടെ ഔട്ട്ഡോർ ആയിരുന്നു, ഒരുപാട് ആയിരക്കണക്കിന് ആൾക്കാരുണ്ടായിരുന്നു. അപ്പം പെട്ടെന്നാണ് എൻ്റെ പേര് വിളിക്കുന്നത്, അടുത്ത നിങ്ങളാണെന്ന് പറയുന്നത്. അപ്പോൾ നെഞ്ചിൽ ഒരു പടപ്പും, സ്റ്റെപ്പ് കയറുന്നവരെ ആ പടപ്പുണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ നിന്ന് എനിക്ക് തോന്നിയതൊക്കെ ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെയൊക്കെയാണ്, എന്നോട് ക്ഷമിക്കണം, ഞാൻ എല്ലാം വാരി കോരി വിളിച്ച് എന്തൊക്കെയോ ഞാൻ പറഞ്ഞു. ഇങ്ങനെയൊക്കെ പറയുള്ളൂ എന്നുള്ള ട്രീറ്റ്മെൻറ്റിലൊന്നും അല്ലാതെ എനിക്ക് തോന്നുന്ന രീതിയിൽ അത്രയും ഓപ്പണപ്പായിട്ട് ഞാൻ സംസാരിച്ച് കഴിഞ്ഞ് താഴെ വന്ന് വിജയ് സാറിനെ അനിരുദ്ധിനെയൊക്കെ കെട്ടിപ്പിടിച്ചപ്പോഴും എനിക്ക് റിലേ തിരിച്ചു വന്നിട്ടില്ല. എൻ്റെ റിലേ അവിടെ തന്നെയാണ് സ്റ്റേജിൽ. കുറച്ച് കഴിഞ്ഞിട്ടൊക്കെയാണ് എനിക്ക് റിലേ തിരിച്ചു വന്ന് ഞാനൊന്ന് ഓക്കെ അത് കാരണം അത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ബ്രോ. ഇപ്പം എനിക്കൊരു അവാർഡ് കിട്ടിയാൽ ഞാൻ അങ്ങനെ ബിഹേവ് ചെയ്യും. എനിക്കിപ്പോൾ അടുത്തൊരു സിനിമ കിട്ടിയാൽ ഞാൻ അങ്ങനെ ബിഹേവ് ചെയ്യും. ഞാൻ ചെറിയ കാര്യങ്ങളിലും വലിയ കാര്യങ്ങളിലും ഞാൻ ഇങ്ങനെ തുള്ളിക്കളിക്കുന്ന ഒരു ചെറുക്കനാണ്. അങ്ങനെ ബിഹേവ് ചെയ്യുന്ന ഒരാളാണ് ബേസിക്കലി. അത് ഓവർ എക്സൈറ്റ്മെൻറ്റോ അല്ലെങ്കിൽ ഓവർ മറ്റേ സന്തോഷം പ്രകടിപ്പിക്കുന്നതല്ല. എൻ്റെ സന്തോഷം ഇങ്ങനെയാണ് ഞാൻ പ്രകടിപ്പിക്കുന്നത്. ഇത് കഴിഞ്ഞിട്ട് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ട്രെൻഡാണ്. ഞാൻ എനിക്ക് മെസ്സേജ് അയച്ചായിരുന്നു ഇത് കണ്ടിട്ട്. അപ്പോൾ സോഷ്യൽ മീഡിയ മൊത്തം ഈ സ്പീച്ച് അങ്ങ് ഓരോ ആൾക്കാർ കട്ട് ചെയ്ത് ഇടുന്നു, ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നു, ഇയാളുടെ സ്പീച്ച് വൻകിടിലമാണെന്നൊക്കെ പറഞ്ഞുള്ള കമൻറ്റുകൾ വരുന്നു. ഇത് വന്നതിന് ശേഷമുള്ള എന്തായിരുന്നു ഒരു റിയാക്ഷൻസ്? കിടിലൻ റെസ്പോൺസ് ആയിരുന്നു, അടിപൊളി റെസ്പോൺസ് ആയിരുന്നു ബ്രോ. ഞാനിതൊന്നും പ്രതീക്ഷിച്ചില്ല. കാരണം ഇപ്പം ചിലർക്ക് വേണമെങ്കിൽ പറയാം ഇവൻ ഭയങ്കര ഓവറാണല്ലോ, ഭയങ്കര മറ്റേ കൊണ്ട് ഇവൻ ഇങ്ങനെ ഭയങ്കര, പക്ഷെ അങ്ങനെ ആരും പറഞ്ഞില്ല ബ്രോ. കാരണം ചിലപ്പം അവർക്ക് ഇവൻ പറയണ സത്യസന്ധമായിട്ടുള്ള കാര്യമാണെന്ന് തോന്നിയോണ്ടാണ്. ഞാൻ ഫേക്ക്നെസ് കാണിച്ചിരുന്നെങ്കിൽ എന്നെ കീറി ഒട്ടിച്ചേനെ. മനസ്സിലായതുകൊണ്ടാണ് ഇവരെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്ത്. എന്നെ പരിചയമില്ലാത്തവർ പോലും എൻ്റെ ഒരു സീൻ വന്നപ്പം തിയേറ്ററിൽ കൈയടിക്കുക എന്ന് പറഞ്ഞാൽ അത് അത്രയും ആൾക്കാർ ഓക്കെ ഇവൻ കയറി വരണം എന്ന് ആഗ്രഹിക്കുന്നുള്ളത് കൊണ്ടാണ്. അതെൻ്റെ ഭാഗ്യമാണ്.
പിന്നെ ഈ ലാംഗ്വേജ് തെലുങ്കിലാണ് സംസാരിച്ചത്. ഈ ലാംഗ്വേജ് പഠിച്ച് അത് അവിടെ പറഞ്ഞു. അപ്പം അതിൻ്റെ ഒരു എഫേർട്ടും കൂടെ ഇത് ഓഡിയൻസ് റെക്കഗ്നൈസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മുടെ ഭാഷയിൽ ഒരാൾ വരുന്നു, മലയാളത്തിൽ നിന്ന് ഒരാൾ വരുന്നു, നമ്മുടെ ഭാഷ എഫേർട്ട് എടുത്ത് പഠിച്ചു പറയുന്നതെന്നുള്ള ആ ഒരു ഫാക്ടറും കൂടെ വെങ്കിയെ ഹെൽപ്പ് ചെയ്തിട്ടില്ലേ? ഒരു ബ്രോ ഞാൻ ആ സ്പീച്ചിലാകെ ഞാൻ പ്രിപ്പയർ ചെയ്ത 1.5 മിനിറ്റാ. എൻ്റെ സമയം 1.5 മിനിറ്റ് ആയിരുന്നു. ബാക്കി ഞാൻ അവിടുത്തെ ആ സ്റ്റേജിൽ നിന്നിട്ടാണ് ഞാൻ ഇത്രയും ബ്ലാ 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 എന്ന് ഓരോന്നും പറഞ്ഞത്. ഇപ്പോൾ വിജയ് സാറിൻ്റെ അമ്മയെക്കുറിച്ച് പറഞ്ഞത് ഞാൻ അപ്പോഴാണ് കാണുന്നത്, അമ്മ ഇങ്ങനെ കുമ്മ കൊടുത്തത്. അപ്പോഴാണ് എനിക്ക് എൻ്റെ അമ്മയെ കണക്ട് ചെയ്തത്. എനിക്ക് അപ്പം തോന്നി, അപ്പം പറഞ്ഞതാ. എനിക്ക് ബേസിക്കലി ഞാനൊരു 6 കൊല്ലം മുന്നേ ഒരു തെലുങ്ക് പടം ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ചെറിയ പടമായിരുന്നു, പക്ഷെ പടം ഇറങ്ങിയില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ഡയലോഗ് കാണാതെ പഠിച്ച് എനിക്ക് കുറച്ച് തെലുങ്ക് അറിയാം. അത് ടച്ചെല്ലാം പോയി വീണ്ടും കിങ്ഡം ലൈക്ക് 1 ഇയർ ആയിട്ട് ഞാൻ കിങ്ഡത്തിൻ്റെ കൂടെ ഉണ്ട്. കഴിഞ്ഞ മെയ് 9 മുതൽ ഞാൻ കിങ്ഡത്തിനൊപ്പമാണ്. അപ്പം ആൾക്കാരുടെ അടുത്ത് സംസാരിച്ച് ബേസിക് തെലുങ്ക് എനിക്ക് അറിയാം ബ്രോ. ഇപ്പോൾ ഒരു തെലുങ്ക് പേഴ്സൺ അപ്പുറത്ത് വന്നിരുന്നാലും ഞാൻ സംസാരിക്കും. എൻ്റെ തെലുങ്ക് തെറ്റായിരിക്കും, പക്ഷെ ഞാൻ സംസാരിക്കും. അവർ പറയുന്നത് എനിക്ക് മനസ്സിലായില്ലെങ്കിൽ ഞാൻ മനസ്സിലായില്ലെന്ന് പറയും. പിന്നെ അപ്പുറത്ത് കുറച്ച് ഇംഗ്ലീഷും അറിയാവുന്നത് കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടിവിടാം. അപ്പോൾ ആ സ്പീച്ചിൽ ഞാൻ പറഞ്ഞത് ഇംഗ്ലീഷും തെലുങ്കും പിന്നെ കുറച്ച് തമിഴും എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ സംസാരിച്ചത്. ഇതിൻ്റെ ഒരു FDFS എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ പറയാറുണ്ട് ഈ സിനിമകൾ ഏറ്റവും കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യുന്നതിന് മുന്നിൽ തെലുങ്ക് ആൾക്കാരാണ്. കാരണം ഇവരുടെ ഇപ്പം നമ്മൾ തന്നെ ഈ യൂട്യൂബിലും റീലിലൊക്കെ കാണുന്നുണ്ടല്ലോ, പല മഹേഷ് ബാബുവിൻ്റെ പടങ്ങളും പവൻ കല്യാണ പടങ്ങളൊക്കെ വരുമ്പോൾ ഇവർ ഭയങ്കര ഇതിൽ തന്നെ സെലിബ്രേറ്റ് ചെയ്യുന്നു. ഇപ്പോൾ സ്ക്രീനുകൾ കാണാൻ പോലും പറ്റാത്ത വിധത്തിൽ പേപ്പറുകൾ കൊണ്ട് നിറഞ്ഞ് സിനിമയെ സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാർ, താരങ്ങളെ സെലിബ്രേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. അവരുടെ മുന്നിലേക്കാണ് വെങ്കി ഒരു വലിയ സിനിമയായിട്ട് വരുന്നത്. വെങ്കി തന്നെ പറഞ്ഞു, റിലീസ് പറഞ്ഞു എൻ്റെ ഇൻട്രോയ്ക്ക് കൈ അടിക്കണമെന്ന്. ഇതിൻ്റെ ഒരു FDFS എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? പ്രേക്ഷകരുടെ കൂടെ ഇരുന്ന് കണ്ട ആ മൊമെന്റ് ഗ്രാൻഡ് ആയിരുന്നു ബ്രോ. കാരണം നമ്മുടെ കേരളത്തിൽ ഇപ്പം രാജമാണിക്യം, ഇപ്പം ലാലേട്ടൻ്റെ അല്ലാത്ത ഇപ്പം നരൻ, അതിൽ ആ പാട്ടിന് നമ്മൾ കൂടെ തുള്ളുന്നു. അന്ന് ചോട്ടാ മുംബൈ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ചോട്ടാ മുംബൈ ഈ റിലീസിന് നമ്മൾ ആഘോഷിച്ചില്ലേ ബ്രോ? നമ്മളത് എങ്ങനെ ആഘോഷിച്ചു? ഡാൻസ് കളിച്ച് ആഘോഷിച്ച്, നിലവിളിച്ച് ആഘോഷിച്ച്, പേപ്പർ എറിഞ്ഞ് ആഘോഷിച്ച്. ഇതാണ് അവിടുത്തെ തിയേറ്ററിൽ ഇതാണ് അവസ്ഥ. ഇപ്പോഴും അവർ ആഘോഷിക്കുകയാണ്. മറ്റേ പേപ്പർ എറിഞ്ഞ് കൈ അടിച്ച് എല്ലാത്തിനും ചിരിച്ച് പാട്ടോ അല്ലെങ്കിൽ ഡാൻസ് കളിക്കാൻ പറ്റിയ സാധനം വന്നാൽ ഫ്രണ്ടിൽ ഇരുന്ന് ഡാൻസ് കളിച്ച് അങ്ങനെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു ടീമിൻ്റെ ഇടയിൽ നിന്ന് കണ്ടപ്പോൾ കുറച്ച് എനിക്കും കിട്ടി കൈയടി. അതെ, ഇവർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എൻ്റെ സീൻ വന്നപ്പോഴും കൈയടിച്ചു, എൻ്റെ പരിപാടികൾ വന്നപ്പോഴും അവർക്ക് റെസ്പോൺസ് ഉണ്ടായിരുന്നു. ഭയങ്കര കിടിലം എക്സ്പീരിയൻസ് ആയിരുന്നു അത്. ഇപ്പോൾ ഞാൻ വെങ്കിയെ നായകൻ തൊട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ അതിലെ സ്കിറ്റുകളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അന്ന് ഈ പറഞ്ഞ പോലെ സിനിമയോട് വളരെ പാഷനേറ്റ് ആയിട്ടുള്ള ഈ പറയുന്ന പോലെ ഒന്ന് ചാടിത്തുള്ളി നിൽക്കുന്ന വെങ്കിയെ ചാടിത്തുള്ളി നിൽക്കുന്ന ഒരാളാണ്. ഇന്ന് ഇപ്പോൾ വെങ്കിയെ കാണുമ്പോഴും അതേ പാഷനേറ്റ് ആയിട്ട് അതേ വൈബ്രൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരാൾ. അതിനോടൊപ്പം തന്നെ ഒരു കോൺഫിഡൻസ് കൂടിയതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട് വെങ്കിയിൽ. വളരെയധികം മുമ്പ് ഉണ്ടായിരുന്നതിനേക്കാൾ എന്തോ ഒരു കൂടുതൽ കോൺഫിഡൻസ് ഉള്ള പോലെ തോന്നുന്നുണ്ട്. അപ്പോൾ സിനിമയിൽ വരുന്നു, ഇപ്പോൾ ഇത്രയും സ്ട്രഗിൾസ് ഉണ്ടാവുന്നു, മലയാള സിനിമയ്ക്ക് ശേഷം ഒരു ഗ്യാപ്പ് ഉണ്ടാവുന്നു. സ്ട്രഗിൾസിൽ നിന്ന് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും സാധാരണ. അതുപോലെ തന്നെ ഇപ്പോൾ കിങ്ഡത്തിൽ പോലൊരു സിനിമ വരുന്നു, അത് വിജയിക്കുന്നു, അത് സ്വീകരിക്കപ്പെടുന്നു. ആ വിജയത്തിൽ നിന്ന് നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവും. വെങ്കിയുടെ ഇപ്പോഴത്തെ ഒരു കോൺഫിഡൻസിൻ്റെ രഹസ്യം എന്താണ് ബ്രോ? അത് വിജയത്തിൽ നിന്നും അങ്ങനെയല്ല ബ്രോ. പണ്ട് ഞാൻ കോൺഫിഡൻസ് അല്ലായിരുന്നു, അതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ വ്യത്യാസം മനസ്സിലാവുന്നത്. ഇപ്പം കോൺഫിഡൻസ് ഇൻ എ സെൻസ് എന്താണെന്ന് വെച്ചാൽ എല്ലാ മനുഷ്യർക്കും ഉണ്ടാവേണ്ട ഒരു പരിപാടി എന്ന് വെച്ചാൽ സ്വന്തമായിട്ട് നമ്മൾ എപ്പോഴും കോൺഫിഡൻ്റ് ആയിരിക്കണം ബ്രോ. നമുക്ക് ഇപ്പോൾ എന്തെങ്കിലും ഇപ്പോൾ നമ്മൾ ചുമ്മാ പാൻറ് ശരിയല്ല, ഷർട്ട് ശരിയല്ല, ഹെയർ സ്റ്റൈൽ ശരിയല്ല, കോൺഷ്യസ് ആയിരിക്കും. അതിൻ്റെ ആവശ്യം ഇല്ല എന്ന് തോന്നുന്നു ബ്രോ. നമ്മൾ അതല്ലാതിരിക്കുന്നിടത്തോളം കാലം നമ്മുടെ പേഴ്സണാലിറ്റിക്ക് നല്ലതാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. നമ്മളിപ്പം സംസാരിക്കുമ്പോൾ നമ്മളിങ്ങനെ സ്റ്റൈലായിട്ടിരിക്കണം, അതൊന്നും നമ്മളെ മൈൻഡിൽ പോവാതിരിക്കുന്നിടത്ത് അത്രയും സംഭവം നല്ലതാണ്. അപ്പം അന്നത്തെ സമയം എനിക്കിതൊക്കെ കോൺഷ്യസാണ്. ഞാൻ സംസാരിക്കുന്ന ഭാഷ എൻ്റെ ഈവൻ ട്രിവാൻഡ്രം സ്ലാങ്, ഞാൻ അന്ന് ഭയങ്കര ട്രിവാൻഡ്രം സ്ലാങ്ങാണ്. ഡേ എന്നുള്ള പരിപാടിയിലൊക്കെയാണ് എൻ്റെ ഫുൾ സെൻറ്റൻസ് എനിക്ക് അങ്ങനെ തുടങ്ങണം, ഒരുമാതിരി മറ്റടുത്ത്. അപ്പോൾ അങ്ങനെയാണ് എനിക്ക് വരുന്നത്. പക്ഷേ അത് ശരിയാക്കണം എന്ന് പറഞ്ഞ് ഞാൻ ഓവർ സ്ട്രെസ് ചെയ്ത് ഓവർ പ്രഷർ ചെയ്ത് ഓരോന്നും ഞാൻ കളഞ്ഞിട്ടുണ്ട്. അപ്പം പിന്നെ മനസ്സിലായില്ല, അതിൻ്റെതായ രീതിയിൽ അതിങ്ങനെ മാറിക്കോളും. നമ്മുടെ വയസ്സ് മാറുന്ന അല്ലെങ്കിൽ നമ്മുടെ എക്സ്പീരിയൻസ് മാറുന്നിടത്തോളം ഇതും പതുക്കെ ശരിയായിക്കോളും. അത് നമ്മൾ ചെയ്യാതെ തന്നെ തനിയെ ശരിയാവുന്ന കാര്യമാണ്. നമ്മുടെ ലാംഗ്വേജ് ആയാലും നമ്മുടെ സംസാര രീതിയാണെങ്കിലും നമ്മൾ ഇരിക്കുന്ന വിധമാണെങ്കിലും
പക്ഷേ അതെന്ത് തന്നെയാണെങ്കിലും അതിൽ നമ്മൾ ഫസ്റ്റ് കോൺഫിഡൻ്റ് ആയിരിക്കണം ബ്രോ. അത് ആ ഒരു വെളിപാട് എനിക്ക് ഈ അടുത്തൊക്കെയാണ് ഉണ്ടായത്, കിട്ടിയത് സത്യം പറഞ്ഞാൽ. കിങ്ഡത്തിന്റെ സെറ്റിലൂടെയൊക്കെ ഒരു എക്സ്പീരിയൻസിലൂടെ കിട്ടിയതാണോ അങ്ങനെ? അല്ല, വെളിപാടിന്റെ പുസ്തകം തൊട്ടേ ഇങ്ങനെ തുടങ്ങി നായികാനായകൻ, അതിനുശേഷം പടങ്ങളുടെ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നു, അതിനുശേഷം അച്ഛൻ്റെ ഒരു ഇത്, ഇതെല്ലാം കാരണമാണ്. ലൈക്ക് ഒരു കോൺഫിഡൻസ് ആയിട്ട് ഇപ്പം നമ്മൾ ഒരാളുടെ മുമ്പിൽ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുന്നത് തെറ്റല്ല, നമ്മൾ ഓവർ കോൺഫിഡൻസും അല്ല. എന്താണ് ഈ ഓവർ കോൺഫിഡൻസ് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ, എന്താണ് അതിൻ്റെ ഒരു മീറ്റർ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ വിജയിക്കും എന്ന് പറയുന്നത് ഒരിക്കലും ഓവർ കോൺഫിഡൻസ് അല്ല. ആ വിശ്വാസം കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുന്നതിന് ഈ അഹങ്കാരം എന്നുള്ള ഇത് തെറ്റിദ്ധരിക്കപ്പെടുമല്ലോ. അതെ അതെ, അത് നമ്മുടെ മൈൻഡിൽ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ അഹങ്കാരമാവും എന്നുള്ള. ഇല്ല ബ്രോ, അത് ഞാൻ ഇതുവരെ ഇരുന്നപ്പം ഒരാൾക്കാരും എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഇവൻ അഹങ്കാരമാണെന്ന്. ഇപ്പം ഞാനിപ്പോൾ ചെയ്ത ഇൻ്റർവ്യൂകളിലാണെങ്കിലും ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല ബ്രോ. കാരണം ഞാൻ ജെന്യുവിനായിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഞാൻ ഒരാൾക്ക് ദോഷം വരുന്ന രീതിയിൽ ഞാൻ പ്രവർത്തിച്ചിട്ടുമില്ല, പ്രവർത്തിക്കത്തുമില്ല. ഞാൻ എന്താണ് പറയുന്നത്, എനിക്ക് സ്റ്റാർ ആവണം, ഞാൻ സ്റ്റാർ ആവും, എനിക്ക് ഹീറോ ആവണം, ഞാൻ എന്നെ പറ്റിയാണ് പറയുന്നത്, എനിക്കിതൊക്കെ ആവണം എന്നാണ് ഞാൻ പറയുന്നത്. ഞാൻ എന്നിൽ കോൺഫിഡൻസ് ആയിരിക്കുന്നത് ഒരിക്കലും ഒരു തെറ്റല്ല ബ്രോ. അത് അവർക്കും അറിയാം, കാണുന്നവർക്കും അറിയാം. ഇല്ല, അവൻ്റെ കോൺഫിഡൻസ് ആയിരിക്കുന്നത് എന്താ തെറ്റ്? ഞാൻ അറഗൻ്റായിട്ട് ആരെടുത്ത് ഞാൻ ബിഹേവ് ചെയ്തിട്ടില്ല. എനിക്ക് എൻ്റേതായിട്ടുള്ള രീതിയിലുള്ള ഇതാണല്ലോ ബ്രോ. അപ്പം എന്താണ് ഈ ഓവർ കോൺഫിഡൻസ് എന്ന് ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞുകൂടാ. അതിനൊരു മീറ്റർ ഉണ്ടോ എനിക്ക് അറിഞ്ഞുകൂടാ. നമ്മളിൽ എപ്പോഴും ഇരിക്കുന്ന വിധത്തിലും ഇപ്പം തലചൊറിഞ്ഞുകൊണ്ടിരുന്നാൽ പോലും അതൊന്നും നമ്മൾ ബോധർ ചെയ്യുന്ന കാര്യമല്ല എന്നുള്ള രീതിയിൽ വിചാരിച്ചാൽ കുഴപ്പമില്ലാന്ന് തോന്നുന്നു ബ്രോ. ഇപ്പോൾ ഈ മുരുകൻ എന്ന് പറയുന്ന ക്യാരക്ടറിലേക്ക് വരുമ്പോൾ സാധാരണ തെലുങ്ക് ബിഗ് ബഡ്ജറ്റ് സിനിമകളിൽ വരുന്ന വില്ലന്മാരിൽ നിന്ന് ഏറെ വ്യത്യസ്തമാണ്. ഇയാൾക്കൊരു ആറ്റിറ്റ്യൂഡുണ്ട്, ഒരു ക്യാരക്ടറുണ്ട്, ഒരു സ്വഭാവം ഒക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അച്ഛൻ്റെ മുന്നിൽ ഒരു അടിമയെ പോലെ ഇരിക്കുമ്പോൾ പോലും അല്ലാത്ത മറ്റുള്ളവരുടെ മുമ്പിൽ ഇയാൾ എപ്പോഴും ഒരു തലക്കനം കീപ്പ് ചെയ്യാനായിട്ട് ഇയാൾ ശ്രമിക്കാറുണ്ട്. ഇതിനെ വേഷത്തിലായ പോലും ഇൻസേർട്ട് ചെയ്ത് വളരെ ടിപ് ടോപ്പ് ആയിട്ട് വളരെ ലൂസായിട്ട് നടക്കുന്ന ഒരാളല്ല, ടിപ് ടോപ്പായിട്ട് ഇയാൾ പെർഫെക്റ്റ് ആയിട്ടാണ് ഇയാളെ കാണിക്കാൻ ശ്രമിക്കുന്നത്. അപ്പം മാത്രമല്ല ഇയാൾ ഇച്ചിരി സൈക്കോ ആണെന്ന് സിനിമയിൽ പറയുന്നുണ്ട്, കുറച്ച് സൈക്കിക് പ്രവർത്തികളുണ്ട്. ഇത്തരത്തിലൊരു ക്യാരക്ടർ കിട്ടുമ്പോൾ വെങ്കി ആദ്യം ഇയാൾ പഠിച്ചത് എങ്ങനെയാണ്? ഈ മുരുകൻ എന്ന് പറയുന്ന ക്യാരക്ടറിനെ വെങ്കി പഠിച്ചത് എങ്ങനെയാണ്? ഞാൻ അങ്ങനെ പഠിച്ചിട്ടൊന്നുമില്ല ബ്രോ. അതായത് ഈ സംഭവം എനിക്ക് കിട്ടിയ സമയത്ത് കുറച്ച് സിനിമകൾ കണ്ടു എന്നല്ലാതെ ഫസ്റ്റ് ഡേ ഓഫ് ഷൂട്ട് അതിൽ നിന്നാണ് നമുക്ക് ഡയറക്ടർ തരുന്ന ഇൻപുട്ടിൽ നിന്നാണ് നമുക്ക് ഇതിൻ്റെ ഒരു മീറ്റർ മനസ്സിലാവുന്നത്. ഇതെങ്ങനെയാണ് നമ്മൾ ചിന്തിക്കുന്നത്, ഇവനെങ്ങനെയായിരിക്കും ഇവൻ്റെ നടത്തം. ഈ നടത്തത്തിലൊക്കെ ഭയങ്കര വ്യത്യാസമൊന്നുമില്ല. ഞാനും അങ്ങനെയാണ് നടക്കുന്നത്, അതിലൊന്നും ഒരു വ്യത്യാസം. ആ അട്ടയർ നമുക്ക് കയറുമ്പോഴാണ് നമുക്കൊരു ചെറിയ വ്യത്യാസമൊക്കെ നമുക്ക് പുറത്തുള്ളവർക്ക് തോന്നുന്നത്. അത് കംപ്ലീറ്റ് ക്രെഡിറ്റ് കോസ്റ്റ്യൂമിനാണ്. പിന്നെ രണ്ടാമത് സ്വഭാവത്തിൻ്റെ കാര്യം, അത് എന്നോട് സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇവൻ ഹീറോയാണ് മുരുകൻ. ബേസിക്കലി അവൻ്റെ ചെയ്യുന്ന കാര്യത്തിൽ അവൻ ഡബിൾ മൈൻഡ് ഇല്ല. അവൻ എന്ത് ചെയ്താലും ഒറ്റ ജെന്യുവിനായിട്ടാണ് അവൻ നിൽക്കുന്നത്, അത്രയും സിൻസിയർ ആയിട്ടാണ് അവൻ്റെ ബിഹേവിയർ. അപ്പം അവൻ്റെ സംസാരവും അവൻ ആരെടുത്ത് പറഞ്ഞാലും, ഇപ്പം അവൻ എത്ര ആജാനുബാഹു അവൻ്റെ ഫ്രണ്ടിൽ വന്നിരുന്നാലും അവൻ ഏറ്റവും വലുത് അവൻ്റെ അച്ഛനാണ്. അവൻ വിഷയമുള്ള കാര്യമില്ല. അവൻ വന്നിരുന്ന് എന്ത് പറഞ്ഞാലും ഇവന് വിഷയമില്ല. ഇനി അവനെ ഇടിച്ചിടാൻ കഴിവില്ലെങ്കിൽ പോലും ഇവൻ്റെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. അത് മുരുകൻ്റെ കോൺഫിഡൻസ് അൾട്ടിമേറ്റാ. അതെ. ഇപ്പൊ ഇതിൽ എനിക്ക് 2 സീനുകളെ കുറിച്ച് എനിക്ക് പ്രത്യേകിച്ച് ചോദിക്കാനുള്ളത്, സ്പോയിലർ ഇല്ല ചോദിക്കാം. അതിൽ ആ കോൺഫറൻസ് റൂം സീൻ ഉണ്ടല്ലോ, ഇവർ ഗോൾഡ് നഷ്ടപ്പെട്ടിട്ട് മീറ്റിങ്ങിന് വരുന്ന സീന്. ബാബുരാജിന്റെ ക്യാരക്ടറുണ്ട്, വിജയ് ദേവരകൊണ്ട, സത്യദേവ്, വെങ്കി, എല്ലാവരും ഉള്ള ഒരു 10-12 മിനിറ്റോളം നിൽക്കുന്ന ഒരു സീക്വൻസ്. ആ സീക്വൻസിന് ഒരു കോറിയോഗ്രഫി ഉണ്ട്. അതായത് സംസാരത്തിൽ നിന്ന് തുടങ്ങി പിന്നെ ഒരു വാഗ്വാദത്തിലേക്ക് പോകുന്നു, പിന്നെ ഒരു ചെറിയ തല്ലിലേക്ക് പോകുന്നു, പിന്നെ ഒരു സമാധാനം. അപ്പൊ കൃത്യമായിട്ടുള്ള കോറിയോഗ്രഫി ഉള്ള സീനാണ്. അപ്പൊ വെങ്കിയുടെ സിനിമകൾ നോക്കിക്കഴിഞ്ഞാലും കരിയറിലും അത്തരത്തിലൊരു ഇത്രയും ഒരു ക്രൗഡഡ് ആയിട്ടുള്ള സീൻ വരുന്നതും ആദ്യമായിട്ടാണ്. അതിന്റെ ഒരു കോറിയോഗ്രഫി എങ്ങനെയായിരുന്നു? അതിന്റെ ഒരു ഡിസൈനും പരിപാടികളൊക്കെ എങ്ങനെയായിരുന്നു? എനിക്ക് ഫസ്റ്റ് ഡയലോഗ് തുടങ്ങുന്നത് ആ സീനാണ്. അതിന് മുന്നേ ഒരു സീൻ ഷൂട്ട് ചെയ്തിരുന്നു, ജസ്റ്റ് റിയാക്ഷൻ മാത്രം. ഗിരീഷ് ചേട്ടനാണ് ഷൂട്ട് ചെയ്യുന്നത്, ഇത് ജോമോൻ ചേട്ടനാണ് ഇവിടം തൊട്ട്. അപ്പം ഇതാണ് എൻ്റെ ഫസ്റ്റ് സീൻ പടത്തിൽ. അപ്പം ഡയലോഗുകളുണ്ട് അത്യാവശ്യം. അപ്പം അവിടെ നിന്നാണ് ഞാനിങ്ങനെ ഓരോന്ന് പറഞ്ഞ് ഇവൻ്റെ മീറ്റർ എന്താണെന്ന് മനസ്സിലാക്കുന്നത്. പക്ഷേ സാറ് നമുക്ക് ഡയറക്റ്റ്ലി പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു, അതായത് നിനക്കിതിനൊരു ക്യാമറ പോയിന്റ് ഒന്നും ഇല്ല, നിനക്ക് നടക്കാം, നിനക്ക് ആരെടുത്ത് വേണമെങ്കിലും പോവാം, നിനക്ക് എവിടെ വേണമെങ്കിലും പോവാം, നിനക്ക് ലിമിറ്റ് ഇട്ടിട്ടില്ല എനിക്ക് ബേസിക്കലി. എന്നിട്ട് സാറ് പറഞ്ഞു
അതായത് സാറ് ഒരു ഷോട്ട് നമ്മൾ ചെയ്യുന്നു, ഷോട്ട് പ്രിപ്പയർഡ് അല്ല, എന്നിട്ട് നമ്മുടെ പെർഫോമൻസ് അനുസരിച്ചാണ് ഷോട്ട് മാറ്റുന്നത്. അങ്ങനെ വന്നിട്ട് നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കണമെന്ന് ചോദിക്കും. അപ്പം നമുക്കൊരു ഐഡിയ ഇല്ല, ഇത് ചെയ്ത് വരുമ്പോഴേ മനസ്സിലാവുള്ളൂ ബ്രോ. അപ്പം അങ്ങനെ ഇന്നപ്പം സത്യ സാറും ഉണ്ട്. അപ്പോൾ ഒരു സാധനം വരുമ്പോഴത്തേക്ക് സത്യ സാർ പറഞ്ഞു എന്നെ തള്ളുന്നു. ഞാൻ പറഞ്ഞു സാർ അയാൾ എന്നെ തള്ളണമെങ്കിൽ ഞാൻ അയാളെ കോളറിൽ കയറി പിടിക്കണം. അപ്പോൾ എനിക്ക് ഇവൻ്റെ അടുത്ത് അത്രയും ദേഷ്യമുണ്ട്, അപ്പം ഞാൻ ഇങ്ങനെ കയറി പിടിക്കാം, എന്നിട്ട് അവന് തോന്നുകയാണെങ്കിൽ അവൻ തള്ളട്ടെ എന്നുള്ള രീതിയിൽ അങ്ങനെ സംസാരിച്ച് നമ്മളത് മേക്ക് ചെയ്ത് പോയത്. അൾട്ടിമേറ്റ്ലി ഫസ്റ്റ് ഡേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഈ ഡയലോഗ്, ഈ ആ ഫസ്റ്റത്തെ സാധനമൊക്കെ നമുക്കിങ്ങനെ ക്രാക്ക് ചെയ്തെടുക്കാനും ഇവൻ്റെ വേ ഓഫ് ഡെലിവറിങ് ഉണ്ടല്ലോ ബ്രോ. അപ്പം ഇവൻ നോക്കുന്ന രീതി, അതായത് ഇതിൽ ഞാൻ കുറച്ച് ബ്ലിങ്കിങ് ഇങ്ങനെ കുറച്ചിട്ടുള്ളൊരു പ്രോസസ്സ് ചുമ്മാ പിടിച്ചു നോക്കിയിട്ടുണ്ട്, എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പം അങ്ങനെയൊക്കെ ചുമ്മാ ഇവനിൽ ഞാൻ ഇങ്ങനെ, കാരണം ഭയങ്കര രസമാണ് മുരുകൻ. ഭയങ്കര ആദ്യത്തെ ഒരു വേർഷൻ ഓഫ് മുരുകൻ ഭയങ്കര ഫ്രീയാ. അവൻ മറ്റേ ചാടി എവിടെ വേണമെങ്കിലും പോവും, ലൂസായിട്ട് പോവും, കയർത്ത് സംസാരിക്കും. പക്ഷേ ഇവൻ്റെ മൊത്തത്തിലുള്ള ഇമോഷൻ അകത്താ. ഇതാണ് സാർ എൻ്റെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ ഓരോ ഡയലോഗ് കിട്ടുമ്പോൾ ഞാൻ എൻ്റെ വേ ഓഫ് രീതിയിൽ, ഡയലോഗ് മോഡുലേഷനിലോ റെൻഡറിങ്ങിലോ സാറൊന്നും പറയില്ല. സാർ ഇപ്പോൾ എന്തായിരിക്കും ഇവൻ്റെ ആലോചനയിൽ. അപ്പോൾ പുള്ളി നമുക്ക് പറഞ്ഞുതരും ഇങ്ങനെയൊക്കെയാണ് ഇവൻ്റെ ആലോചന. ഈ സീൻ വന്നപ്പോൾ തന്നെ ഫസ്റ്റ് പുള്ളി പറഞ്ഞ എടാ ഇത് നിൻ്റെ സീനാണ്, നീയാണ് ഇവിടെ മൊത്തം കറങ്ങേണ്ടത്, നിന്റെ ഒരു പരിപാടി, നിന്റെ ഒരു ക്യാവസ് ആണ് ഇവിടെ വർക്ക് ആവേണ്ടതെന്ന് നിൽക്കുന്ന മുരുകനാണ് അവിടെ. അത് എൻ്റെ സീനാ ബേസിക്കലി. അതുകൊണ്ടാണ് അത് എൻ്റെ സീൻ ആയതുകൊണ്ടാണ് ഇപ്പം അവർ ഇത്രയും എതിർത്ത് പറഞ്ഞ് പോകുമ്പോഴും ഞാൻ മറ്റേ വിടണില്ല. ഈ വോട്ടിങ് തുടങ്ങുന്നവരെ ഞാൻ അവിടെ നിന്ന് പിടിക്കുന്നു, എൻ്റെ കയ്യിൽ നിൽക്കുന്നില്ല, ഒറ്റയാള് ഞാനാ, ഇത്രയും പേരൊരു ടീമാ. അപ്പൊ എനിക്കത് സൂപ്പർ എക്സ്പീരിയൻസ് ആയിരുന്നു ബ്രോ. പിന്നെ ഈ ക്ലൈമാക്സ് സീക്വൻസിലും ക്ലൈമാക്സിനോട് ആ ഒരു കൊലപാതകമൊക്കെ വരുന്ന സീക്വൻസിലും ഇയാള് മറ്റേ വസ്ത്രമൊക്കെ എടുത്ത് ധരിച്ച് ഇയാൾക്കൊരു എന്തോ ഒരു ധൈര്യം കയറുന്നുണ്ട്, വേറൊരു ആറ്റിറ്റ്യൂഡിലേക്ക് ഇയാൾ മാറുന്നുണ്ട്. അപ്പോൾ വെങ്കി നമുക്കറിയാം സോഫ്റ്റ് സ്പോക്കൺ ആയിട്ടുള്ള അവിടെ ഇന്നസെന്റ് ആയിട്ടുള്ള കൈയാണ് നമുക്കറിയാം. പെട്ടെന്ന് വെങ്കിയിൽ നിന്ന് ഇത്തരത്തിലൊരു കഥാപാത്രം ഞങ്ങൾ പ്രതീക്ഷിക്കുന്നില്ല. ആ ഒരു സീന് ഭയങ്കര ബ്രൂട്ടലാണ്. ഒരു വില്ലൻ ചെയ്യാവുന്നതിൻ്റെ ഏറ്റവും മാക്സിമം അയാൾ ആ സീനിൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ സീൻ, ഇത്തരത്തിലൊരു സീൻ പെർഫോം ചെയ്യുമ്പോൾ ഇത് ഓഡിയൻസിന് ഡിസ്റ്റർബിംഗ് ആണ്, ഓഡിയൻസിന് കാണുമ്പോൾ ഡിസ്റ്റർബിംഗ് ആണ്. മാത്രമല്ല ഈ സീൻ വായിക്കുമ്പോൾ നമുക്ക് ആസ് എൻ ആക്ടർ വെങ്കിക്കും ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കുമല്ലോ. ഇങ്ങനെ ഇല്ലായിരുന്നു എങ്ങനെയാണ് ആ ഒരു സീനിന്റെ ഒരു അതിൽ ഇയാൾക്കൊരു മാസ് പരിവേഷം കൊടുക്കുന്നുണ്ടാവും. അതെ ബ്രോ, അതിൽ ആ പടത്തിൽ ഒരു 15 മിനിറ്റ് ഉണ്ട്. ഈ 15 മിനിറ്റ് എൻ്റെയാ, ഈ 15-20 മിനിറ്റ് എൻ്റെ സീനാ. ഇത്രയും വലിയൊരു പടത്തിൽ ഞാനാണ്, എൻ്റെ സീനാ. അപ്പോൾ എനിക്കത് ഭയങ്കര, ഞാൻ പറഞ്ഞില്ല ചാർജ്, എനിക്ക് ഭയങ്കര എനർജി ആയിരുന്നു ആ സമയത്ത്. കാരണം ഈ ഗെറ്റപ്പിൽ വരുന്നു, പെർഫോം ചെയ്യാനും ഉണ്ട്. ഇപ്പോൾ ഒരു മിറർ സീക്വൻസ് ഉണ്ട്, അവിടെ നിന്നാണ് എൻ്റെ തുടക്കം. ഈ മിറർ സീക്വൻസിൽ നമ്മൾ നമ്മുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളെ അപ്പുറത്ത് നിന്ന് കണ്ട് നമ്മൾ ഇമോട്ട് ചെയ്യാണ്. ഇത്രയും കാലത്ത് ഇവൻ്റെ ഫ്രസ്ട്രേഷനും എല്ലാം ഉണ്ട്. ഇവൻ്റെ ഉദ്ദേശം എന്താ, പണിയണം. ഇവൻ എന്തൊക്കെ ചെയ്തോ ഇതിന് നേരെ ഉൾട്ട. ആ സമയത്ത് എല്ലാവരും ഇവനെതിരായിരുന്നു. ഇവൻ എല്ലാവരെയും കൺവിൻസ് ചെയ്ത് ഇവൻ്റെ പ്ലാനിന് ഇവൻ ഒപ്പിച്ചെടുക്കുന്ന ഒരു സീക്വൻസും ഡയലോഗ്സും സീനും ഷോർട്ട് ഡിവിഷൻസ് ഒക്കെ ആയിരുന്നു. അപ്പോൾ ആസ് ആൻ ആക്ടർ എനിക്കതൊരു ഭയങ്കര അൾട്ടിമേറ്റ് മൊമെൻ്റ് ആണ് ബ്രോ. എനിക്ക് ആ സീൻ മൊത്തം, ഇപ്പം ആ ബ്ലഡിൻ്റെ പരിപാടിയാണെങ്കിലും ഞാൻ അങ്ങനെ അവരെ കൊറിയോഗ്രഫി കണ്ട് ഞാൻ പേടിച്ചത് എന്താന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനെ ചെയ്യുമ്പോൾ അവർക്ക് വേദനിക്കോ, ഇതൊക്കെയായിരുന്നു എൻ്റെ തോട്ട് പ്രോസസ്സ്. പക്ഷെ പരിപാടി ഇടയില്ല വരുന്നത്. ഇത് ചെയ്ത് കഴിഞ്ഞ് എനിക്കിങ്ങനെ ഒരു ഷോട്ട് മോണിറ്ററിൽ ഞാൻ അത് കണ്ടിട്ടില്ല. ഡബ് ചെയ്യുന്ന സമയത്താണ് കാണുന്നത്. എടാ സൂപ്പറടാ, തിയേറ്ററിലേക്ക് ഇത്രയും ക്ലോസിലൊക്കെ വരുമ്പോൾ നല്ല ക്ലോസാ, ഉഗ്ര ഷോട്ടാ. ഞാൻ മാത്രമേ ഉള്ളൂ, എൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ആരും ഇല്ല, ഞാൻ മാത്രം ഒറ്റ സ്ക്രീനിൽ ഫ്രണ്ടിൽ ഞാൻ മാത്രം നിൽക്കുക, വന്നിരിക്കുന്ന ഷോട്ട് ഞാൻ മാത്രം നിൽക്കുക, ഔട്ട് ഓഫ് ഫോക്കസിൽ വരും ആരുമില്ല. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു ആക്ടറിന് കിട്ടേണ്ട ഏറ്റവും കിടിലം ഷോട്ട്സ് ആണ് എനിക്ക് ജോമോൻ ചേട്ടനും ഗൗതം സാറൊക്കെ തന്നത്. ഇപ്പം നോക്കണേ, അനിരുദ്ധിൻ്റെ മ്യൂസിക്കാണ്. വേറൊരു സീൻ ഞാൻ നോട്ട് ചെയ്തത്, ഈ ലാസ്റ്റ് ക്ലൈമാക്സിൽ ഈ രഗിലേ എന്ന് പറഞ്ഞ സോങ്ങിൻ്റെ BGM-ൽ വിജയ് നടന്നു വരുന്നു. അപ്പോൾ വെങ്കിയുടെ ഒരു വൈറ്റ് ഷോട്ട് ഉണ്ട്, ഒരു ബിൽഡിങ്ങിൻ്റെ അകത്ത് വെങ്കി നിൽക്കുന്ന ഒരു വൈറ്റ് ഷോട്ട് വന്നിട്ട് ഈ മ്യൂസിക് ഹൈ ആവുന്ന സമയത്ത് ഈ ഷർട്ടിൻ്റെ കോളർ ഇങ്ങനെ മടക്കുന്ന ഒരു സീക്വൻസ് ഉണ്ട്. അത് ഗംഭീര. അത് ഞാനാണ് പറഞ്ഞത് സാറിനോട്. അത് ആക്ച്വലി ഇതിന് തൊട്ട് മുമ്പത്തെ ഒരു സീനിൽ ഞാൻ കോളർ മടക്കുന്നുണ്ട്. അപ്പം ഞാൻ മടക്കാതിരുന്നപ്പോഴത്തേക്ക് ഞാൻ വേറെന്തോ ആയിരുന്നു സാറിൻ്റെ പ്ലാനിൽ. ഞാൻ പറഞ്ഞു സാർ, ഈ കോളർ എനിക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആണ്, ഇങ്ങനെ നിൽക്കുമ്പം എന്തായാലും ഞാൻ ഫൈറ്റ് ചെയ്യാൻ പോവുകയാണ്, ഞാൻ തീരുമാനിച്ചു
ഞാനത് അൺഫോൾഡ് ചെയ്യട്ടെ, അത് എൻ്റെ ഒരു ക്യാരക്ടറാണല്ലോ, ഞാൻ റിയൽ ആയിട്ട് ഒരാളത് ചെയ്യുമല്ലോ, സ്വാഭാവികമായിട്ട് ആ കിട്ടുന്ന സമയത്ത് അൺഫോൾഡ് ചെയ്യട്ടെ, ഇതായിരുന്നു പറഞ്ഞത്. അപ്പോൾ സാറ് പറഞ്ഞു ഓക്കെ നമുക്ക് ചെയ്യാം, അതിനൊരു പ്രത്യേക ഷോട്ട് സാറ് വെച്ച്. അങ്ങനെ ക്ലൈമാക്സിൽ വന്നപ്പോൾ ഞാൻ പറഞ്ഞു സാർ എന്തായാലും ഞാൻ ഫൈറ്റ് ചെയ്യാൻ പോവാണ്, സെയിം സാറെ ഞാൻ റിപ്പീറ്റ് ചെയ്യാം, സംഭവം മടക്കാം. അപ്പോൾ സാറും ജോമോൻ ചേട്ടനും കൂടെ ഒരു ഷോട്ട് വെച്ച് ഇവിടെ നിന്ന് വരും ക്യാമറ ഇങ്ങനെ വരും, ഉഗ്ര നല്ല ഭയങ്കര ഷോട്ടായിരുന്നു. എനിക്കത് കൃത്യമായിട്ട് ആ മ്യൂസിക്കും വരും, ആ ഷോട്ടും വെച്ച് കറക്റ്റ് ഇവിടെ ഇരിക്കും ക്യാമറ, അത്രയും ക്ലോസും സൂപ്പറായിരുന്നു ബ്രോ. ഭയങ്കര ലക്കി ആയിരുന്നു ബ്രോ ഇതുപോലത്തെ ഒരു ടീമിന്റെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയത്. ഇപ്പോൾ ഈ പറയുന്ന പോലെ ഒരു ആക്ടറിന്റെ ട്രൂ ആയിട്ടുള്ള ഒരു ആക്ടറിന്റെ ട്രൂ പൊട്ടൻഷ്യൽ അൺലോക്ക് ചെയ്യുന്ന ഒരു ഡയറക്ടറെ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. ഇപ്പോൾ ജേഴ്സി എന്ന് പറയുന്ന സിനിമ, നാനി എന്ന് പറയുന്ന ഒരു നടന്റെ അദ്ദേഹത്തിന് ഏറ്റവും പൊട്ടൻഷ്യൽ കരിയർ ബെസ്റ്റ് പെർഫോമൻസ് കൊടുത്ത ഒരു സിനിമയാണ്. അപ്പോൾ അതിന് മുമ്പ് അദ്ദേഹം ബെസ്റ്റ് നല്ല പെർഫോമൻസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിൽ അതിന് പീക്കിലെത്തി. ഇപ്പോൾ വെങ്കി ഇതിന് മുമ്പും സിനിമകൾ ചെയ്തിട്ടുണ്ട്, മലയാളത്തിൽ സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും വെങ്കിക്കുള്ളിലൊരു പൊട്ടൻഷ്യൽ ചിലപ്പോൾ വെങ്കിക്ക് തന്നെ മനസ്സിലാക്കി തന്ന ഒരു സിനിമ ആയിരിക്കുമല്ലോ. ഇപ്പോൾ ഗൗതം എന്ന് പറയുന്ന ഒരു ഡയറക്ടറിന്റെ അദ്ദേഹത്തിന്റെ ഒരു ഗൈഡൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? ഗൗതം സാർ ഒരു റേഞ്ച് ടെക്നീഷ്യനാണ്. എനിക്ക് അദ്ദേഹത്തിന് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക്. കാരണം പുള്ളി ഈ പടത്തിൽ എനിക്ക് ഓഡിഷൻ പോലും ചെയ്യാതെ ഇത്രയും വലിയ ക്യാരക്ടർ ആയിരുന്നു. നമ്മൾ കടപ്പാടെന്നൊക്കെ പറയുന്നത് വേറൊരു ഇതാണ്, കടപ്പാടെന്നല്ല. പക്ഷേ പുള്ളി എനിക്കിപ്പം ഇപ്പം ഞാൻ നിങ്ങളോട് നിൽക്കുന്നതിന് കാരണം ഗൗതം സാറാണ്. ഓക്കെ, അപ്പം ഈ ഗൗതം സാർ ഈ പടത്തിൽ മൊത്തം സാറിനുള്ള നോളേജ് പലതും നമ്മളിങ്ങനെ സംസാരിക്കും, ക്യാരക്ടർ ഞാൻ ചോദിക്കും, എല്ലാം ഞാൻ ചോദിക്കും. എൻ്റെ ഒരു ഡൗട്ടും വെച്ചിട്ട് ഞാൻ ക്യാമറയുടെ ഫ്രണ്ടിൽ നിന്നിട്ടില്ല ഈ പടത്തിൽ. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ഞാൻ ചേട്ടാ ഇത് എന്താണ് ഇപ്പോഴും ഇവൻ്റെ മൈൻഡിൽ, അപ്പോൾ ഇവ എങ്ങനെയായിരിക്കും ഇവൻ്റെ പരിപാടി, അപ്പോൾ പുള്ളി എനിക്കിത് പറഞ്ഞു തരും. അപ്പം ഞാൻ ചോദിക്കും സാർ എനിക്ക് ഇങ്ങനെ ചെയ്യാൻ തോന്നുന്നു, അപ്പോൾ പുള്ളിക്കത് ഇല്ലെങ്കിൽ പുള്ളി പറയടാ അങ്ങനെ ചെയ്യേണ്ട, അത് ശരിയാവില്ല, ഇത് തന്നെ മതി എന്ന് പുള്ളി പറയും. ചിലത് പുള്ളി പറയും ഓക്കേടാ ചെയ്യ്. എൻ്റെ എല്ലാ സജഷനും ഞാൻ പറഞ്ഞിട്ടുണ്ട് ബ്രോ. എനിക്ക് പൊട്ട സജഷൻ ആണെങ്കിലും തെറ്റില്ലല്ലോ, നമ്മൾ ചുമ്മാ പറയുന്നു. അപ്പോൾ സാറ് പറയുന്നു വേണ്ട, ഓക്കെ വേണ്ട, ജസ്റ്റ് നമുക്ക് പറയാമല്ലോ, അറ്റ്ലീസ്റ്റ് നമ്മളെ കൊണ്ട് പറയാനല്ലേ നമുക്ക് പറ്റുള്ളൂ. അപ്പം ആ ഫ്രീഡം എനിക്ക് ഉടനീളം സാറ് എനിക്ക് തന്നു. സാറ് വെൽ ക്ലാരിറ്റിയോടെയാണ് എന്നെ ക്യാമറയുടെ മുമ്പിൽ സാറ് നിർത്തുന്നത്. മാത്രമല്ല സാറ് ആസ് എ ഹ്യൂമൺ ഓൾസോ ഭയങ്കര കിടിലമാണ്. കാരണം എന്നെ ഫോൺ വിളിക്കുകയും എന്നോട് പടത്തിനെ പറ്റി സംസാരിക്കുകയും അമ്മയോട് സംസാരിക്കുകയും ഒക്കെ ചെയ്ത ഒരു അടിപൊളി കിടിലം മനുഷ്യനാണ്. ഒരു അബ്സല്യൂട്ട്ലി ഫാന്റാസ്റ്റിക് ടെക്നീഷ്യനാണ് പുള്ളി. ഇപ്പോൾ വെങ്കിയുടെയും വിജയ് ദേവരകൊണ്ടയുടെയും കരിയർ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് ചില സിമിലാരിറ്റീസ് തോന്നിയത്, രണ്ടുപേരും പറഞ്ഞ ഗോഡ് ഫാദേഴ്സ് ഒന്നും ഇല്ലാതെ സിനിമയിലെത്തി. ഇപ്പോൾ വിജയ് ആണെങ്കിലും സപ്പോർട്ടിങ് ക്യാരക്ടേഴ്സായിട്ടും സെക്കൻഡ് ഹീറോ ആയിട്ടൊക്കെ ഇന്ന് വലിയൊരു സൂപ്പർ സ്റ്റാർ ആയിട്ട് നിൽക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു സിനിമയിൽ ഒരു വലിയൊരു നെഗറ്റീവ് ക്യാരക്ടർ, അതും അതേ വെയിറ്റേജോട് കൂടി ഒരു നെഗറ്റീവ് ക്യാരക്ടർ കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ് അദ്ദേഹത്തിൻ്റെ. പിന്നെ മാത്രമല്ല അദ്ദേഹം പ്രീ റിലീസ് ഇവൻ്റ് തൊട്ട് മാത്രമല്ല തുടക്കത്തിലെല്ലാം തൊട്ട് വെങ്കിയുടെ കൂടെ ഉണ്ട് സപ്പോർട്ടിങ്. ഇപ്പോൾ അമ്മയുടെ റീലൊക്കെ ഇൻസ്റ്റ സ്റ്റോറി ആയിട്ട് പങ്കുവച്ചു. പിന്നെ പോസ്റ്റർ ഷെയർ ചെയ്യുന്ന സമയത്തും വിജയ് പറഞ്ഞത് തീക്ഷ്ണമായ കണ്ണുള്ളൊരു നടനെന്നാണ് വിശേഷിപ്പിച്ചത്. വിജയുടെ കൂടെ ഉള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ എങ്ങനെയായിരുന്നു? നല്ലതായിരുന്നു ബ്രോ. ഇപ്പം നമുക്കറിയാം പുള്ളി ഒരു സ്റ്റാറാണ്, അതെല്ലാവർക്കും അറിയാം, നല്ലൊരു ആക്ടറാണ്, എല്ലാവർക്കും അറിയാം. പക്ഷേ ഇപ്പം നിങ്ങൾ ഈ പറയുന്ന പോലെ പുള്ളി ആ സ്റ്റോറി ഇട്ടതും അത് കുറേ പേര് കണ്ടതും ഇതെല്ലാം എൻ്റെ കരിയറിന് ചിലപ്പോൾ എവിടെയെങ്കിലും എനിക്കത് ഹെൽപ്പ് ആകുമായിരിക്കും. അത് പുള്ളി ഇപ്പോൾ നമ്മൾ വിചാരിക്കുമ്പോൾ ഒരു സ്റ്റോറി അല്ലേ, അല്ലല്ല, ഒരു സ്റ്റോറിയാണത്. പുള്ളി സമയമെടുത്ത് പുള്ളിയുടെ ഒരു സ്റ്റോറി പുള്ളി നമ്മളെപ്പറ്റി ഒരു കുറച്ച് വാക്കുകളോടുകൂടി ഇട്ടത് ആസ് എ ഹ്യൂമൻ ബീങ് പുള്ളി കിടിലമായതുകൊണ്ടാണ്. ആസ് എ കോ ആക്ടറിനെ പുള്ളി സപ്പോർട്ട് ചെയ്യുന്നതും അതൊരു ബെസ്റ്റ് ക്വാളിറ്റിയാണ് ബേസിക്കലി. അതേപോലെ സത്യ സാറുണ്ട്, രണ്ടുപേരും ഭയങ്കര കിടില മനുഷ്യരുമാണ് ബ്രോ. പിന്നെ അവിടുത്തെ തന്നെ വൺ ഓഫ് ദ ടോപ്പ് ആക്ടേഴ്സുമാണ്. അപ്പം ഇവർക്ക് രണ്ടുപേർക്കെതിരാണ് ഞാൻ. അത് ഭയങ്കര കിക്കായിരുന്നു, പൊളിയായിരുന്നു. ഈ കിങ്ഡം എന്ന് പറയുന്നത് ആക്ച്വലി വെങ്കിയുടെ കരിയറിലെ ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണല്ലോ. ഇനി ഏത് ഡയറക്ടറോട് പോയും വെങ്കിക്ക് ധൈര്യമായിട്ടൊരു ചാൻസ് ചോദിക്കാൻ പറ്റും. ഇപ്പോൾ രാജമൗലി അടുത്ത് പോയിട്ടാണെങ്കിലും സാർ ഞാൻ ഇന്ന പടത്തിൽ ഈ ക്യാരക്ടർ ചെയ്തിട്ടുണ്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ഒരു ക്യാരക്ടറാണ്. ഈ ചാൻസുകൾ ചോദിക്കാറുണ്ടോ? എങ്ങനെയാണ് അതിന്റെ വെങ്കി? ഞാൻ ചോദിക്കും ബ്രോ, എനിക്ക് എന്തായാലും ഞാൻ ചോദിക്കും. ഞാൻ ആരെ കണ്ടാലും ഞാൻ ചാൻസ് ചോദിച്ചിട്ട് എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ പറയട്ടാ എന്നുള്ളൊരു ചോദിക്കും. അങ്ങനെ ചോദിച്ചതിനാണ് ഞാൻ വെളിപാടിൻ്റെ പുസ്തകത്തിൽ വന്നത്. പിന്നെ എനിക്ക് സിനിമ ഇങ്ങനെ ഓരോന്നും എനിക്ക് തന്നുകൊണ്ടിരുന്നതാണ്. എന്നാലും സ്റ്റിൽ ഞാൻ ചോദിക്കും ബ്രോ, എനിക്കും ഹീറോ ആയിട്ട് വരണം, വമ്പം പരിപാടികൾ അടിക്കണം, ഹിറ്റടിക്കണം, ആൾക്കാർക്കൊരു വിശ്വസ്തമായിട്ടുള്ള ഒരു മിനിമം ഗ്യാരണ്ടി ആക്ടർ ആവണം. ഇതൊക്കെയാണ് എൻ്റെ ആഗ്രഹവും, നടക്കണം എന്നുള്ള. വെങ്കി പറഞ്ഞു ഒരു സ്റ്റാർ ആവണം, ഒരു വലിയ സ്റ്റാർ ആവണം എന്ന് പറഞ്ഞു. വെങ്കിയെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്ത സ്റ്റാറുകൾ ആരൊക്കെയാണ്? അല്ലെങ്കിൽ ഒരു സ്റ്റാർ രജനീകാന്ത് പ്രീ റിലീസ് ഇവന്റിലും പറഞ്ഞു രജനീകാന്ത് ഫാൻസ് ആണ്. ഒരു സ്റ്റാർഡം എന്ന് ഉദ്ദേശിക്കുന്നുണ്ടല്ലോ. ഇപ്പോൾ സ്റ്റാർ എന്നുള്ളതിന് പല ഡെഫിനിഷൻസും കാണും.
വെങ്കിക്ക് സ്റ്റാർഡം എന്ന് പറഞ്ഞാൽ എന്താണ്? വെങ്കി സ്റ്റാർഡം കൊണ്ടുണ്ട് എൻ്റെ സ്റ്റാർഡം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇപ്പം എൻ്റെ ഒരു സിനിമ ഇറങ്ങുന്നു, ആൾക്കാർ വന്ന് കാണുന്നു, പടം ഹിറ്റാണെങ്കിൽ അവർ ഉറപ്പായിട്ടും പടം നല്ല പടമാണെങ്കിൽ അവരതിനെ ഹിറ്റാക്കും. പക്ഷേ എൻ്റെ ഒരു സിനിമ ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ കുറച്ച് പേര് നമ്മളെ വിശ്വസിച്ച് വന്ന് കാണുന്നില്ലേ ബ്രോ, അത് സ്റ്റാർഡമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഉദ്ദേശിക്കുന്ന സ്റ്റാർഡം അതാണ്. എന്നെ വിശ്വസിച്ച് പ്രൊഡ്യൂസർ ഓക്കെ ഇവനെ വെച്ച് പടം ഇൻവെസ്റ്റ് ചെയ്യാം, അതൊരു സ്റ്റാർഡമാണ്. അത് ബാങ്കബിൾ ആവുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ സ്റ്റാർഡം. ഇതൊക്കെയാണ് എൻ്റെ ഉള്ളിലെ ഒരു പ്രോപ്പർ സ്റ്റാർഡം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഇങ്ങനെയാണ്. എനിക്ക് വരുന്ന കഥകൾ വിത്ത് പ്രൊഡക്ഷൻ വരിക, പ്രൊഡക്ഷനിൽ ഇപ്പം ഇവനെ വെച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ പാടില്ല എന്ന് ആരും പറയാത്ത രീതിയിൽ എനിക്കത് എൻ്റെ പടങ്ങൾ ഹിറ്റാവുക, എൻ്റെ പടങ്ങൾ ആൾക്കാർ വന്നാൽ അവർക്ക് അവർ കണ്ട് പടം നല്ലതാണെങ്കിൽ ഇനി ആരെ പടമാണെങ്കിലും പടം നല്ലതാണെങ്കിലും പടം ഹിറ്റാവുള്ളൂ. ബട്ട് സ്റ്റിൽ പടം ഇറങ്ങുമ്പോൾ ആൾക്കാർ വരണം. ഓക്കെ, അതാണ് എൻ്റെ ഒരു സ്റ്റാർഡം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ ഒരു സക്സസ് നമുക്ക് കിട്ടാനായിട്ട് നമ്മൾ നമ്മുടെ ഏറ്റവും പൊട്ടൻഷ്യൽ നമ്മൾ യൂസ് ചെയ്യും, നമ്മൾ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്യും. ഈ സക്സസിനെ മെയിൻറ്റെയിൻ ചെയ്യുക എന്ന് പറയുന്ന ഒരു ഫാക്ടർ ഉണ്ടല്ലോ. പലർക്കും ചില സമയങ്ങളിൽ പാളി പോകുന്നത് വലിയൊരു സക്സസ് ഉണ്ടായിട്ട് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയാതെ പോകുമ്പോൾ ചില പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോൾ വെങ്കിയെ സംബന്ധിച്ചോളം ഈ കിങ്ഡം എന്ന് പറയുന്നത് ഇപ്പോൾ വെങ്കിക്ക് വലിയൊരു റെക്കഗ്നേഷൻ കിട്ടി, വലിയൊരു സക്സസ് ആണ് കിട്ടിയിരിക്കുന്നത്. ഇതിനെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോൾ വെങ്കിക്ക് ഒരു ഐഡിയ ഉണ്ടായിരിക്കുമല്ലോ. ഓക്കെ, കാരണം കിങ്ഡത്തിന് മുമ്പ് വെങ്കിയുടെ സിനിമകൾ കാണുന്ന ഒരു ഓഡിയൻസ് ചെറുതായിരുന്നു. പക്ഷേ ഇനി വെങ്കി അടുത്ത് എന്താണ് ചെയ്യുന്നതെന്ന് അറിയാനായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ഓഡിയൻസ് കാത്തിരിക്കുന്നുണ്ട്. മലയാളികളടക്കം തെലുങ്കന്മാരടക്കം തെലുങ്ക് ഓഡിയൻസ് അടക്കം കാത്തിരിക്കുന്നുണ്ട്. അടുത്തൊരു സ്റ്റെപ്പ് എന്താണ് വെങ്കി? അത് ബ്രോ എനിക്ക് അങ്ങനത്തെ ഒരു ബാധ്യതയൊന്നുമില്ല ബ്രോ. കാരണം ഞാനിത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന തൊഴിലാണ്. അപ്പം ഞാൻ ഇതേ സാധനം എനിക്ക് നിലനിർത്തി പോകണം അങ്ങനെയൊന്നും എനിക്കില്ല ബ്രോ. അതായത് എനിക്ക് ഇഷ്ടപ്പെടുന്ന പരിപാടി ചെയ്യണം എന്നുള്ളതാണ്. എനിക്ക് വില്ലൻ ടെംപ്ലേറ്റ് മാറ്റി എനിക്ക് ഹീറോ പരിപാടി ചെയ്യണം എന്നുള്ളതാണ് എൻ്റെ അൾട്ടിമേറ്റ് ആഗ്രഹം. അങ്ങനെ ചെയ്യുമ്പോഴേ ബ്രോ നമ്മളെ വിശ്വസിച്ചൊരു പ്രൊഡ്യൂസർ വരുള്ളൂ ബ്രോ. ഓക്കെ, ഇവനെ വെച്ച് പറഞ്ഞാൽ ഇൻവെസ്റ്റ് ചെയ്ത് നോക്കാം. കാരണം അത് ആ ഇല്ലായ്മയിൽ നിന്നാണ് ഞാൻ വന്നത്. അപ്പം എനിക്ക് അത് വന്നാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് ബ്രോ. സക്സസ് അത് പ്രേക്ഷകരുടെ കയ്യിലാണ് ഇരിക്കുന്നത്. അത് നമ്മൾ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നമ്മൾ പറയുന്നത്. എങ്ങനെ സോഷ്യൽ മീഡിയയിലേക്ക് ഒരു പരിധിയില്ലേ? നമ്മൾ ഒരു ഫോട്ടോ ഒരു ദിവസം ഇടോ, അല്ലെങ്കിൽ 2 ഫോട്ടോ ഒരു ദിവസം ഇടോ, നമ്മൾ എന്തൊക്കെ ഇട്ടാലും നമ്മുടെ പടം ഹിറ്റായാലേ നമുക്ക് സക്സസ് ഉള്ളൂ. അല്ലെങ്കിൽ നമ്മളിപ്പം 150 പടം ചെയ്തിട്ടും കാര്യമില്ല. നമ്മളെ പടം ഹിറ്റാവുക, ആൾക്കാർക്ക് നമ്മളെ വർക്കാവുക, ആസ് എ പേഴ്സണും ആസ് എ പടമായിട്ട് നമ്മളെ വർക്കാവുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ്. അപ്പം എൻ്റെ ആഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് ഇഷ്ടപ്പെട്ട പരിപാടികൾ ചെയ്യണം ബ്രോ. എനിക്ക് ഹീറോ പരിപാടി, കാരണം ഈ വില്ലൻ എന്നുള്ളൊരു ടെംപ്ലേറ്റിൽ നിന്ന് എനിക്ക് മാറണം ബ്രോ. അപ്പം എനിക്ക് ഹീറോ ആയിട്ട് ചെയ്താലേ എന്നെ വിശ്വസിച്ച് പ്രൊഡ്യൂസർ എനിക്ക് വരുള്ളൂ. എന്നിട്ട് എനിക്ക് എന്ത് ക്യാരക്ടറും ചെയ്യാം ബ്രോ. എനിക്ക് പിന്നെ വില്ലൻ വീണ്ടും എനിക്ക് പോയി ചെയ്യാം. എനിക്ക് സന്തോഷമേ ഉള്ളൂ. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്യാരക്ടേഴ്സും പരിപാടികൾ എനിക്ക് ചെയ്യാം. പക്ഷേ എൻ്റെ ടോട്ടൽ എയിം എന്താണെന്ന് വെച്ചാൽ എനിക്കൊരു ബാങ്കബിൾ ആക്ടർ ആവണം ബ്രോ. ഇവനെ വെച്ച് പ്രൊഡ്യൂസ് ചെയ്യാം, നമുക്ക് റിട്ടേൺ കിട്ടും, നല്ല പടം ചെയ്യും, ഇവൻ ചെയ്യും. എനിക്ക് ഉണ്ടാക്കി എടുക്കണം ബ്രോ. എനിക്ക് ഡിഫറെൻറ്റ് ജോണേഴ്സ് ട്രൈ ചെയ്യണം ബ്രോ. ഇതിന് കിങ്ഡത്തിന് ശേഷം എങ്ങനെയാണ് ഇത് സ്ക്രിപ്റ്റ്സ് ഒക്കെ കുറേ വരുന്നുണ്ട്, അത്യാവശ്യം വരുന്നുണ്ട്. അപ്പം ഇങ്ങനെ വായനയും പരിപാടിയൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ഈ ഹീറോ ആയിട്ടാണോ അതോ ഹീറോ ആയിട്ടാണ്? വില്ലൻ വളരെ കുറവാ, 80% ഹീറോയാണ്. പിന്നെ നമുക്കിപ്പം എന്ത് ജോണർ എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും? വരുന്ന റൊമാൻറ്റിക് വരുന്നുണ്ട്, ത്രില്ലർ വരുന്നുണ്ട്, മാസ് പരിപാടിയൊക്കെ വരുന്നു. ഞാനും ആഗ്രഹിക്കുന്നത് ഇപ്പം ഞാൻ ഒരു ആക്ഷനും വില്ലനും, ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുരുകൻ ഹീറോയാ. ഓക്കെ, അപ്പം വില്ലനും ആക്ഷനൊക്കെ ചെയ്തു. അപ്പം എനിക്കൊരു റൊമാൻറ്റിക് പരിപാടി ട്രൈ ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. കാരണം അത് എൻറ്റയർലി വേറൊരു ജോണർ അല്ലേ ബ്രോ. അപ്പോൾ അത് വർക്കൗട്ടായാൽ ഓക്കെ എനിക്ക് ഇതും ചെയ്യാൻ പറ്റുന്നുള്ളത് നമുക്ക് മനസ്സിലാവുമല്ലോ. ചെയ്തു നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ വർക്കാവും. ഇപ്പൊ ഈ തെലുങ്ക് നോക്കി കഴിഞ്ഞാൽ ബോളിവുഡ് കഴിഞ്ഞ ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക് സിനിമകൾ ഇറങ്ങുന്ന ഒരു ഇൻഡസ്ട്രിയാണ് തെലുങ്ക്. ഒരുപാട് റൊമാൻറ്റിക് സിനിമ, അതിന് ഒരു കൃത്യമായ ഓഡിയൻസ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു നല്ല സ്ക്രിപ്റ്റില് ഒരു നല്ല റൊമാൻറ്റിക് സിനിമയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ വെങ്കിക്ക് അവിടെ ഒരു നല്ലൊരു ക്രാക്ക് ചെയ്യാൻ പറ്റും. അതെ, അവരെന്നെ നോക്കിക്കോളും. അതായത് ഇപ്പം നമ്മളിപ്പോൾ അവരുമായിട്ടുള്ള നമ്മുടെ ഡീലിങ് ഇപ്പം നമ്മൾ ഫേക്ക് ആണെന്ന് അറിഞ്ഞാൽ തിരിഞ്ഞു നോക്കൂല. അത് ആരാണെങ്കിലും നമ്മളെ ഇവിടെ ആണെങ്കിലും ശരി, നമ്മൾ കൊടുക്കുന്ന പടമാണ്. ഇപ്പം നമ്മുടെ പ്രേമലു എവിടെയൊക്കെ അവിടെ ഹിറ്റ്, ഇവിടെ ഹിറ്റ്, എവിടെയാണ് ഹിറ്റ് അല്ലാത്തത്? അപ്പം പടം കണ്ടന്റും ആൾക്കാർക്ക് ഇരിക്കണം, എൻജോയ് ചെയ്യണം എന്നുള്ളൊരു പരിപാടിയാണ് അൾട്ടിമേറ്റ്. അപ്പം എനിക്ക് അറ്റ്ലീസ്റ്റ് എനിക്കൊരു നല്ല അതുപോലത്തെ ഒരു പരിപാടി എനിക്ക് അടിക്കണം പ്രൊഫസ്. ഈ മലയാളത്തിൽ ഇപ്പം വെങ്കി ചെയ്ത സിനിമകളാണെങ്കിൽ ഇപ്പോൾ ഒരു ബോക്സിനുള്ളിൽ എപ്പോഴും വെങ്കിയെ
നിർത്താനായിട്ട് ശ്രമിച്ചുള്ളൂ എനിക്ക് തോന്നുന്നുണ്ട്. ഇപ്പോൾ ഒരു ടോക്സിക് ബോയ് ഫ്രണ്ട് അല്ലെങ്കിൽ ഒരു അതേ ഉള്ളൂ. അതെ, അത്തരത്തിലൊരു ക്യാരക്ടേഴ്സിൽ എപ്പോഴേക്കും വെങ്കി നിർത്താൻ ശ്രമിച്ചിട്ടുണ്ട്. ഈ മലയാളത്തിൽ ഇനി ഒരു സിനിമ സെലക്ട് ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ കിങ്ഡത്തിന്റെ ഈ ഒരു വിജയവും ഈ ക്യാരക്ടർ ഇതിൻ്റെയൊക്കെ ഈ ഒരു പാരാമീറ്റേഴ്സ് ഒക്കെ ഇനി കൺസിഡർ ചെയ്യൂലേ വെങ്കി? തീർച്ചയായും അതിന് ചെയ്യില്ല ബ്രോ. ഇപ്പം എന്തായാലും ഞാൻ ചെയ്യില്ല ബ്രോ. കാരണം എനിക്ക് ഒരു സമയത്ത് കോൾ വന്നുകൊണ്ടിരുന്നപ്പോൾ ഞാൻ എടുത്ത് ചോദിച്ചു തുടങ്ങി, ചേട്ടാ ടോക്സിക് ബോയ് ഫ്രണ്ട് ആണോ? അങ്ങനെ ടോക്സിസിറ്റി ഒന്നുമില്ല, എന്നാലും പക്ഷേ സ്ക്രിപ്റ്റ് വരുന്നുള്ളതിൽ ഞാൻ ഹാപ്പിയാണ്, വരുന്നുള്ളതിൽ. പക്ഷേ എനിക്ക് ഇതേ സാധനം വരുന്നുണ്ട്. എൻ്റെ ആഗ്രഹം എന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെയാണ് ബ്രോ. ഞാൻ എൻ്റെ എല്ലാ കോളിലും ഞാൻ പറയും, ചേട്ടാ എന്നെ വിളിച്ചതിൽ എനിക്ക് ഭയങ്കര സന്തോഷം ചേട്ടാ, കുറേ നാളെ ഞാൻ സ്ക്രിപ്റ്റ് ഞാൻ എല്ലാവരുടെ അടുത്തും അത് എന്നെ വിളിച്ചതിൽ ഭയങ്കര സന്തോഷം ചേട്ടാ, എന്നെ പരിഗണിച്ചതിൽ ഭയങ്കര സന്തോഷം. അത് അൾട്ടിമേറ്റാണ്. നമ്മളൊരാളുടെ കാസ്റ്റിൽ പരിഗണിക്കപ്പെടുക എന്ന് പറയുന്നത് ഭയങ്കരമാണ്. അത് പലരും ആഗ്രഹിക്കുന്ന കാര്യമാണ്. പക്ഷേ എനിക്ക് ഇതുപോലത്തെ വരുമ്പം ഞാൻ ഇത് തന്നെ ചെയ്തുകൊണ്ടിരുന്നാൽ ഞാൻ ഇതിലായിരിക്കും പോകും ബ്രോ. ഒരു ബേസിക് ടെംപ്ലേറ്റ് എനിക്ക് വരും. അപ്പം അത് കാരണം ഞാൻ പറയും, ചേട്ടാ എനിക്ക് വേറൊരു പരിപാടി പിടിക്കണം ചേട്ടാ. അവരും പറയും, ഓക്കേടാ ഞാൻ എന്തെങ്കിലും പരിപാടി ഉണ്ടെങ്കിൽ പറയാം. അങ്ങനത്തെ സെൻസിലേ ഉള്ളൂ. എന്നെ വിളിക്കുന്നവർ, ഞാൻ ഇടപെടുന്നവർ, അല്ലെങ്കിൽ എൻ്റെ സറൗണ്ടിങ്സ് ഉള്ളവർ എല്ലാവരും നല്ല മനുഷ്യരാണ് ബ്രോ. നമ്മുടെ ഫീലിങ്സ് പറഞ്ഞാൽ അവർക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അതെ. അമ്മ എന്ത് പറയുന്നു? അമ്മ ഹാപ്പിയാണ്? അമ്മ കിടിലം, അമ്മ ഭയങ്കര ഹാപ്പി ആയിട്ടിരിക്കുക. ട്രിവാൻഡ്രത്ത് പടം കണ്ടത്? അമ്മ ട്രിവാൻഡ്രത്ത് നിന്ന് എയറിസ് ഫ്ലക്സ് എന്നാ പടം കണ്ടത്. അത്യാവശ്യം ആളൊക്കെ ഉണ്ടായിരുന്നു, കയ്യടിയും കാര്യങ്ങളൊക്കെ കിട്ടി. അമ്മ ഭയങ്കര ഹാപ്പിയാ. അപ്പൊ ഈ സീനുകളൊക്കെ കണ്ടപ്പോൾ എന്ത് പറയുന്നത്? പ്രേക്ഷകരൊക്കെ കൈയടിക്കുന്നത് കണ്ടപ്പോൾ അമ്മയുടെ ഒരു റിയാക്ഷൻ ഒക്കെ സംസാരിച്ചത്? പിന്നെ ഞാൻ ഫോണിൽ സംസാരിച്ചു. ഞാൻ സമയത്ത് ഹൈദരാബാദായിരുന്നു. അപ്പൊ പറഞ്ഞ് അടിപൊളി സൂപ്പർ കേട്ടോ. അപ്പൊ അമ്മ തമിഴാണ് കണ്ടത്, അമ്മക്ക് തെലുങ്കൊന്നും മനസ്സിലാവില്ല. അപ്പം അമ്മ ഭയങ്കര എക്സൈറ്റഡാ. വീട്ടിലും അതിനുശേഷം ആൾക്കാരൊക്കെ വരുന്നു, അമ്മയുടെ ഓഫീസിലുള്ളവർ കണ്ടപ്പോഴും നല്ല അഭിപ്രായം പറയുന്നത്. അപ്പോൾ ഒരു അമ്മ എന്നുള്ള രീതിയിൽ അമ്മ പ്രൗഡാണ്. ഐ ആം വെരി ഹാപ്പി അബൌട്ട് ദാറ്റ്. അപ്പോൾ ഈ നായകനിലൊരു ഇൻട്രോ വീഡിയോ ഞാൻ കണ്ടു. അതിൽ കൊച്ചിലെ ഫാൻസി ഡ്രസ്സിലൊക്കെ അഭിനയിക്കുന്ന കാര്യങ്ങളും, പിന്നെ കൂട്ടുകാർ കമ്പിത്തിരി എന്ന് പറയുന്ന ഒരു ഷോർട്ട് ഫിലിം ചെയ്യാൻ നോക്കി, പക്ഷെ അത് കത്തിയില്ല എന്ന് പറയുന്ന ഒരു ഇതൊക്കെ. അപ്പം ഇപ്പം നോക്കിക്കഴിഞ്ഞാൽ വെങ്കി നായകന് ശേഷം 1-2 സിനിമകൾ കമ്മിറ്റ് ചെയ്തു, പക്ഷെ അത് നടന്നില്ല എന്നുള്ളൊരു ഇതൊക്കെ വെങ്കി തന്നെ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഏതെങ്കിലും സമയത്ത് തളർന്നു പോയിട്ടുണ്ടോ? എൻ്റെ തന്നെ വേറൊരു സിനിമ ഇറങ്ങിയിട്ട് നമ്മൾ വിചാരിച്ച പോലെ ആൾക്കാർ ആ പടം കണ്ടില്ല. കാണാതെ വന്നപ്പോഴേക്കും എനിക്ക് വേറെ സിനിമകളൊന്നുമില്ല, അമ്മയെ നോക്കണം എന്നുള്ള, അപ്പം അങ്ങനത്തെ ചിന്തകളിൽ തളർന്നിട്ടുണ്ട്. ഇതല്ലേ നമുക്ക് പറഞ്ഞിട്ടുള്ളത്, വേറെ സിനിമ നോക്കണോ എന്നുള്ള തീരുമാനം എടുത്തപ്പോൾ തന്നെ എനിക്ക് അടുത്ത പടം വന്നു, റിബൽ. തമിഴിൽ ഞാൻ ലോഞ്ചായി. അത് എനിക്ക് സിനിമ എത്രത്തോളം ഇഷ്ടം അതേപോലെ സിനിമയ്ക്ക് തന്നെ ഇഷ്ടമാണ് ബ്രോ. ഞാൻ അതിൽ ഭയങ്കര ലക്കിയാണ്. വെങ്കിക്ക് ഇപ്പം മാസ് പരിപാടി ചെയ്തു ഇപ്പൊ കിങ്ഡത്തില്. വെങ്കിക്ക് എങ്ങനത്തെ ടൈപ്പ് സിനിമകളാണ് കാണാൻ ഇഷ്ടം? എല്ലാം, പിന്നെ മാസും കാണും, എല്ലാ പരിപാടിയും കാണും. ഈ തിയേറ്ററിൽ പോയിരുന്ന് ആഘോഷിച്ച് കാണാൻ പറ്റുന്ന അങ്ങനത്തെ പടങ്ങൾ ഇതേ പോവുക 14-ാം തീയതി കൂലി. ടിക്കറ്റ് ചെയ്തു. പിന്നെ ടിക്കറ്റ് FDFS, രജനി സാറിന്റെ പടം. അതെ, അത് മിസ് ചെയ്യാൻ പറ്റും നമുക്ക്. ഞാൻ എല്ലാ പരിപാടിയും കാണും ബ്രോ. എനിക്ക് എല്ലാം ഭയങ്കര ഇഷ്ടമാണ്. എല്ലാം അതിൻ്റെതായിട്ടുള്ളൊരു ഇതുണ്ടല്ലോ ബ്രോ. ഇപ്പൊ രജനി സാറിനെ ഭയങ്കര ഫേവറേറ്റ് ആണെന്ന് പറഞ്ഞു. അതുപോലെ വെങ്കിയെ ഭയങ്കരമായിട്ട് ഇൻസ്പയർ ചെയ്ത മറ്റ് താരങ്ങൾ ആരൊക്കെയാണ് ബ്രോ? അൾട്ടിമേറ്റ്ലി തലൈവറാണ്. തലൈവർ കഴിഞ്ഞാൽ എല്ലാവരും ഉണ്ട് ബ്രോ. ഇപ്പം നമ്മൾ മമ്മൂക്ക, ലാലേട്ടൻ എടുത്താൽ പോലും, ഇപ്പം വിജയ് സേതുപതി, അല്ലെങ്കിൽ ജോയ് ചേട്ടൻ, ഈവൻ ഇപ്പം DQ, ഫഹദ് ക, ശിവകാർത്തികേയൻ, ധനുഷ്, ഇവരെല്ലാവരും ഇൻസ്പയർ ചെയ്യുന്നുണ്ട് ബ്രോ. കാരണം എന്താ പറയുക, നമ്മൾ ഇൻഡസ്ട്രിയിൽ വരുന്നതൊക്കെയാണ്, ഇൻഡസ്ട്രിയിൽ നിലനിൽക്കുക എന്നുള്ളതാണ് ടാസ്ക്. ഓക്കെ, ഇതെല്ലാം അവർ അടിപൊളിയായിട്ട് ചെയ്യുന്നവരാണ്. ഇവൻ ടോവി, എല്ലാവരും, നിവിൻ പോളി, എല്ലാവരും. അപ്പം ഇവരെല്ലാവരും നമുക്ക് ഇൻസ്പിറേഷനാണ്. ഇവരെ എടുക്കുന്ന സിനിമകൾ, ഇവരുടെ പെർഫോമൻസ് ഇങ്ങനെ മാറുന്ന രീതി, ആസിഫിക്കൊക്കെ പുള്ളി എടുക്കുന്ന സിനിമകളും പുള്ളിയുടെ റേഞ്ച് ഓഫ് ആക്ടിങ്ങും, അപ്പം ഇവരെല്ലാവരും നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നുണ്ട്. ഇവരുടെ എല്ലാവരുടെ പെർഫോമൻസ് കണ്ടിട്ടും കൊതിച്ചിട്ടുണ്ട്. ഇവരെല്ലാവരും കാരണമാണ്. നമ്മൾ ബെറ്റർ ആവുന്നുണ്ടെങ്കിൽ അത് ഈ ഇത്രയും പേഴ്സണാലിറ്റി, എല്ലാ പേഴ്സണാലിറ്റിയും കാരണം മാത്രമാണ്. ഈ സുഡ സുഡ ഇഡലിയുടെ ഫീച്ചർ എന്താണ്? കട തുടങ്ങാൻ പോവുക. ഒക്ടോബറൊക്കെ ആകുമ്പം ഒരു ഷോപ്പായിട്ട്, ഒരു കാർട്ടിൽ നിന്നൊരു ഷോപ്പിലേക്ക് സുഡ സുഡ ചാടാൻ പോവുകയാണ്. അപ്പോൾ എന്തായാലും ഒരുപാട് നല്ല ക്യാരക്ടേഴ്സ് വരട്ടെ. കിങ്ഡം പോലെ വലിയ ഇമ്പാക്ട് ഉണ്ടാക്കുന്ന ക്യാരക്ടേഴ്സ് വരട്ടെ. തെലുങ്കിലും മലയാളത്തിലൊക്കെ നല്ല സിനിമകൾ വരട്ടെ. വെങ്കി പറഞ്ഞ പോലെ വലിയൊരു സ്റ്റാർ ആവണം ബ്രോ. ഓക്കെ, താങ്ക് യു ബ്രോ. താങ്ക് യു.